നമ്മോടൊപ്പം സംവിധായകൻ ബൈജു കൊട്ടാരക്കര കൂടി ചേരുകയാണ്. ബൈജു ചേട്ടാ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമുക്കറിയാം, ഈ രണ്ട് പ്രമുഖ സംവിധായകരാണ് പിടിയിലായത്. പലപ്പോഴും ഇങ്ങനെയുള്ള ചില ആരോപണങ്ങളൊക്കെ വരുമ്പോൾ മലയാള സിനിമയിൽ ലഹരി ഇല്ല എന്ന് വാദിക്കുന്നവരുമുണ്ടല്ലോ. അപ്പോൾ ഈ പ്രമുഖ സംവിധായകർ പിടിയിലാകുന്നതോടെ ആ വാദം അതിന്റെ മുനയൊടിയുകയല്ലേ ചെയ്യുന്നത്? കൃഷിനെ തീർച്ചയായിട്ടും നമ്മൾ കുറെ തവണ, അതായത് എത്രയോ നാളുകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ കാര്യങ്ങൾ. അതായത് ചർച്ചകൾ, TV ചാനലുകൾ ചർച്ച നടത്തുന്നു, SKN ആണെങ്കിൽ കേരളം മുഴുവൻ യാത്ര നടത്തി, എന്തോ ഗവൺമെന്റ് ഞങ്ങളിത് പിടിക്കുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷേ എങ്കിലും മലയാള സിനിമയിൽ ഇപ്പൊ ഖാലിദ് റഹ്മാനെ, അഷ്റഫ് ഹംസയാണ് പിടിച്ചിരിക്കുന്നത്. അവിടെ ആലപ്പുഴ ജിംഖാന സിനിമയുടെ കാര്യങ്ങളിലേക്കൊക്കെ ഒന്ന് പോകണം. ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ പല തവണ പറഞ്ഞപ്പോൾ, ഞാൻ ഈ 24 ന്യൂസ് ചാനലിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയുള്ള സിനിമകൾ എടുക്കുന്ന ലൊക്കേഷനുകൾ ഒന്ന് പരിശോധിക്കണം. ഇങ്ങനെയുള്ള സംശയമുള്ള ആളുകളുടെ ലൊക്കേഷനുകൾ ഒന്ന് പരിശോധിക്കണം. അപ്പോ എത്ര പടങ്ങൾ ചെയ്ത ആളുകളാണ് ഈ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും ഒക്കെ? സമീർ സാഗറിന്റെ ഫ്ളാറ്റിൽ നിന്നാണ് പിടിച്ചതെന്ന് പറയപ്പെടുന്നു. അപ്പൊ ഇത് ഈ ഷൈൻ ടോം ചാക്കോ കുറെ പേരുകളൊക്കെ വെളിപ്പെടുത്തി ഈ എക്സൈസിന്റെ കൂടെ. ഈ പേരുകൾ വെളിപ്പെടുത്തിയ കൂട്ടത്തിൽ അയാൾ രക്ഷപ്പെടാൻ വേണ്ടി അയാളൊരു കാര്യം പറഞ്ഞു, വളരെ വ്യക്തമായിട്ട് അയാൾ പറഞ്ഞു, എന്താണ് ഒരു സൂപ്പർ താരവും അതേപോലെ പുതുതലമുറയിലുള്ള ഒരു സൂപ്പർ താരവും അയാളുടെ ഭാര്യയും ഈ ഹൈബ്രിഡ് കഞ്ചാവ് അല്ലെങ്കിൽ ഈ ലഹരി ഉപയോഗിക്കുന്നു. ഈ ലഹരി ഉപയോഗിക്കുമ്പോ ഇതൊന്നും ആരും അന്വേഷിക്കുന്നില്ലേ എന്നാണ് ചോദിച്ചത്. പക്ഷെ ഇതൊന്നും ആരും അന്വേഷിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ പിറ്റേ ദിവസം ഈ ഗർവാസെ വാശാൻ ക്ഷമിച്ചിരിക്കുന്നു മക്കളെ നിങ്ങളുടെ എന്ന് പറഞ്ഞ് ഫെഫ്ക ഇവർക്ക് ക്ഷമ കൊടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന് തൊട്ട് പിന്നാലെ പോലീസ് അസോസിയേഷൻ ചേംബറും ഒക്കെ രണ്ട് ചേരിയായി തിരിഞ്ഞാണ് ഇവരുമായിട്ട് ഉടക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ മുതലൊക്കെ ഭയങ്കര വാഗ്വാദങ്ങളും ഞങ്ങളെ ആക്ഷേപിക്കുന്ന രീതിയിലാണെന്ന് പോലീസ് അസോസിയേഷൻ പറയുന്നു. ഇവരാണത് ചോദിക്കാനെന്ന് ചേംബർ ചോദിക്കുന്നു. ഒക്കെ ശരിയാണ്. ഇത് ഈ ആശാമാരവരുടെ ക്ഷമിക്കണം എന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ ലൊക്കേഷനുകളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നൊന്ന് അന്വേഷിക്കണമായിരുന്നു. ഇത് നേരത്തെ തന്നെ എക്സൈസും പോലീസും കൂടി സംയുക്ത പരിശോധനയ്ക്ക് അന്ന് പ്ലാൻ ചെയ്തപ്പോ ഇവിടുത്തെ അസോസിയേഷൻസ് എന്താ പറഞ്ഞത്? ഇവിടെ ഫെഫ്ക പറഞ്ഞു, ഒരു കാരണവശാലും ലൊക്കേഷനിൽ കയറി പരിശോധിക്കാൻ പറ്റില്ല. അങ്ങനെ ലൊക്കേഷനിൽ കയറി പരിശോധിച്ചാൽ അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നൊക്കെ. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാനാണ്? ഇവിടെ എക്സൈസിനും പോലീസിനും എവിടെയും കയറി പരിശോധിക്കാനുള്ള അധികാരമില്ലേ ഈ നാട്ടില്? സിനിമാക്കാർക്ക് എന്താ കൊമ്പുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അത് അന്ന് അവർ തടഞ്ഞു. അതിനുശേഷം ഇപ്പോഴാണ് പറയുന്നത് നിങ്ങൾ കാരവനിൽ കയറി പരിശോധിച്ചോളൂ. ഈ കാരവൻ എന്നൊക്കെ പറയുന്നത് സ്റ്റീം എഞ്ചിൻ നിറച്ച വണ്ടികളെക്കാട്ടിലും കഷ്ടമാണെന്നാണ് പറയുന്നത് കയറി കഴിഞ്ഞാൽ. ഈ ലൊക്കേഷനുകളിലുള്ള കാരവനും ഒക്കെ, അതേപോലെ ചില അസോസിയേഷനുകൾ, ചില സംഘടനകൾ, ഇതിന്റെയൊക്കെ മറവിൽ ഈ നാട്ടിൽ ഈ കച്ചവടം നടക്കുന്നുണ്ട്. പൊടി പിടിക്കുന്നുണ്ട് ഈ കച്ചവടം. ഇത് ഇത്രയും വ്യാപകമാണ്. ഈ പറയുന്നത് പോലെ ക്യാരവാനൊക്കെ ഈ സ്റ്റീം എഞ്ചിൻ പോലെ ആകുന്നു എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ നിൽക്കുമ്പോഴും ഈ പുറത്തു നിന്ന് എക്സൈസും പോലീസും വന്നിട്ടില്ലെങ്കിൽ തന്നെ ഈ സിനിമാ മേഖലയിൽ തന്നെ അതിനുള്ളിൽ ഒരു പരിശോധനയും അതിനുള്ളിലുള്ളവർ ഇതിനൊരു മുൻകൈ എടുക്കണ്ടേ? അതെന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? പലരും പല തട്ടിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അത് കൃഷ്ണ, സിനിമാ മേഖലയുള്ളവർ ഇതിനകത്ത് പരിശോധിക്കാൻ ഇറങ്ങാത്തതിന്റെ മെയിൻ കാരണം അത് ഞാൻ പറയുന്നത്, ഈ കഴിഞ്ഞ വർഷം തന്നെ ഞാൻ ഒരു വർഷം പറഞ്ഞു കഴിഞ്ഞാണ് നേരത്തെ ഒരിക്കൽ ചർച്ചയിൽ, അത് കഴിഞ്ഞ വർഷം തന്നെ 1260 കോടി രൂപയോളമാണ് മലയാള സിനിമയ്ക്ക് നഷ്ടം. സിനിമകൾ നിർമ്മിച്ചതിന് 2-3 സിനിമകൾ ഓടുമ്പോ നമ്മൾ ഈ 2-3 സിനിമ. ബൈജു കൊട്ടാരക്കരയാണ് ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ടിരുന്നത് സംവിധായകൻ. അദ്ദേഹത്തിന് കോളിൽ ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ട് ഇടപെടുകയാണ്. കൊച്ചിയിൽ കഞ്ചാവുമായി 2 പ്രമുഖ സിനിമാ സംവിധായകർ ആണ് പിടിയിലായിരിക്കുന്നത്. ഇവരോടൊപ്പം ഒരാൾ കൂടി അറസ്റ്റിലായിട്ടുണ്ട്. തല്ലമാല സിനിമയുടെ സംവിധായകൻ ഖാലിദ് റഹ്മാനും തമാശ സിനിമയുടെ സംവിധായകൻ അഷ്റഫ് ഹംസയുമാണ് കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് പിടിയിലായത്. ഇവരിൽ നിന്ന് 1.6 ഗ്രാം കഞ്ചാവാണ് പിടികൂടിയത്. ഈ കഞ്ചാവ് പിടികൂടിയത് 1.6 ഗ്രാം മാത്രമായതുകൊണ്ട് ഇരുവരെയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. ഒരിക്കൽ കൂടി വിവരങ്ങളുമായി റാഫി കരീം കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. റാഫി, ഇവരോടൊപ്പം മറ്റൊരാൾ കൂടി പിടിയിലായിട്ടുണ്ട്. അയാളുടെ വിവരങ്ങൾ എങ്ങനെയാണ്? സിനിമാ മേഖലയുമായി ബന്ധമില്ലാത്ത ഒരാളാണ് എന്നുള്ളതാണ് എക്സൈസിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. പേര് വിവരങ്ങളും മറ്റു കാര്യങ്ങളും എക്സൈസിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അത് അല്പസമയത്തിനകം ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം സിനിമാ മേഖലയുമായി ഇയാൾക്ക് ബന്ധങ്ങളില്ല എന്ന് എക്സൈസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സിനിമാ മേഖലയുമായി ഏതെങ്കിലും തരത്തിൽ സഹകരിക്കുന്ന ഒരു വ്യക്തിയല്ല എന്നുള്ള കാര്യമാണ് എക്സൈസ് ഈ മൂന്നാമനുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകിയിരിക്കുന്ന വിവരം. എന്തായാലും പിന്നീട് എന്താണ് അയാളുടെ ഇവരുമായുള്ള അടുപ്പം എന്നുള്ള കാര്യത്തിൽ എക്സൈസ് തന്നെയാണ് ഈ വിവരങ്ങൾ
ഔദ്യോഗികമായി നൽകേണ്ടത്. ഇത്തരം വിവരങ്ങൾ ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് എക്സൈസിൽ നിന്ന് ലഭിച്ച് അത് നമുക്ക് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നൽകാൻ കഴിയും. നിലവിൽ 3 പേർ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിലും 3 പേർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലും വ്യക്തതയുണ്ട്. ആ നമ്മളിപ്പോ ഒരിക്കൽ കൂടി ശ്രീ ബൈജു കൊട്ടാരക്കര ചേരുകയാണ്. ചേട്ടാ, ഈ ഫോൺ കോളിൽ എന്തോ ഒരു തടസ്സം ഉണ്ടായിരുന്നു, പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അതാണ് കട്ടായി പോയത്. മറ്റൊരു കാര്യം, നമ്മൾ ഈ സിനിമകളുടെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ സിനിമകളുടെ ഒരു രീതി, സിനിമകൾ നമുക്ക് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ, ഇതൊക്കെ നോക്കുമ്പോഴും ഇതിനെ പോലും, അതായത് ഒരു സിനിമയുടെ നിർമ്മാണം, ആ സിനിമ ഏത് രീതിയിലേക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു, അത് നൽകുന്ന ഒരു സന്ദേശം, അതിനെ പോലും ഇത്തരത്തിൽ ലഹരി പിടികൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? മലയാള സിനിമയിൽ എന്താണ് പറയുന്നത്, നീലച്ചടയിനെ കുറിച്ച് വരെ സിനിമ ഇറങ്ങി കഴിഞ്ഞു. ആ നീലച്ചട എന്ന് പറഞ്ഞ കഞ്ചാവാണ്. ആ കഞ്ചാവിനെ കുറിച്ച് പോലും മലയാള സിനിമയിൽ വളരെ അതിനെ അങ്ങ് ഉദ്ഘോഷിച്ചുകൊണ്ട് അതിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള സിനിമകൾ പോലും, കഞ്ചാവ് സിനിമ എന്നറിയപ്പെട്ട സിനിമ മലയാള സിനിമയിൽ ഇറങ്ങിയിട്ടുണ്ട്. ആഷിക്ക് ബോണ സിനിമ സംവിധാനം ചെയ്തു. അങ്ങനെ സിനിമ ഇറങ്ങിയിട്ട് ഇവിടെ ആർക്കൊന്നും ചോദിക്കാനില്ല. അതിനുശേഷം ഈ കഞ്ചാവിന്റെ പെരുമ വെച്ച് പല സിനിമകളും, ഇതൊക്കെ ആരോട് പറയാനെന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ ഗവൺമെന്റ് ആണ് ഇത് തീരുമാനിക്കേണ്ടത്. എക്സൈസും പോലീസും കൂടി സംയുക്തമായിട്ട് പരിശോധന നടത്തണമെന്നേ. ലൊക്കേഷനിൽ കയറി പരിശോധിക്കണം. ഏതവൻ പറഞ്ഞാലും ഏത് വലിയവൻ പറഞ്ഞാലും അതവർ മാറ്റി നിർത്തരുത്. എപ്പോഴും ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആദ്യം ഇത് എക്സൈസും പോലീസും ഒക്കെ ലൊക്കേഷനിൽ കയറി പരിശോധിക്കണമെന്ന് പറഞ്ഞപ്പോ ഇവിടെ ഫെഫ്കെ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ആ സംഘടനയും നിർമ്മാതാക്കളുടെ അസോസിയേഷനിലെ ചില ആളുകളുമാണ് പറഞ്ഞത് പറ്റില്ല, ലൊക്കേഷനിൽ അസ്ഥിരതയുണ്ടാവും. എന്ത് അസ്ഥിരതയുണ്ടാവും? പോലീസിനും എക്സൈസിനും അധികാരമില്ലേ ലൊക്കേഷൻ കയറി പരിശോധിക്കാൻ? അവർക്ക് എവിടെയും കയറി പരിശോധിക്കാനുള്ള അധികാരം ഉണ്ടല്ലോ. ആരുടെയാണ് തല താഴ്ന്നു പോകുന്നത് അവിടെ? അപ്പോ അതിങ്ങനെ നടക്കാതിരുന്നതിന്റെ പേരിലാണ് അന്നും ഇന്നും ഈ കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഷൈൻ ടോം ചാക്കോയ്ക്ക് ഇപ്പോ ഗിർവാസി ഭാഷാൻ ക്ഷമിച്ചിരിക്കുന്നു പറഞ്ഞതുപോലെ ഇനിയും ഈ ആശാമാരൊക്കെ ക്ഷമിക്കും. ഖാലിദ് റഹ്മാനുടെയും അഷ്റഫ് ഹംസയുടെയും ഒക്കെ ആശാമാരൊക്കെ ക്ഷമിക്കും. കാരണം ഇതിന്റെ കാരണം മലയാള സിനിമയിലേക്ക് ഒഴുകുന്ന കോടിക്കണക്കിന് രൂപയാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ ബൈജു കൊട്ടാരക്കര പ്രതികരിച്ചതിന്. സംവിധായകൻ ബൈജു കൊട്ടാരക്കരയാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രതികരണം നടത്തിയത്.